നമ്മുടെ ഈ ഒരു കൺസ്ട്രക്ഷൻ പീരിയഡ് ഏകദേശം എത്രയായിരുന്നു? 10 മാസം എടുത്തു നമുക്ക്. 10 മാസം കൊണ്ട് നമ്മൾ ഈ അപ്സ്റ്റെയർ വീട് അല്ലെ, ഫസ്റ്റ് ഫ്ലോർ ഉള്ള 1440 സ്ക്വയർ ഫീറ്റിന്റെ വീട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റ് ഏകദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നത് 25 lakhs. ഇന്റീരിയർ ഉൾപ്പെടാതെ നമ്മൾ പറയുന്ന എമൗണ്ട് 25 lakhs ആണ് ഇത്തരത്തിലുള്ള ഒരു വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്. ബഡ്ജറ്റ് ഹോംസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അപർണ ഷിവിൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്തുള്ള മതിൽ ഭാഗം എന്നുള്ള സ്ഥലത്തെ ഒരു മനോഹരമായ വീടാണ്. മലപ്പുറം ജില്ലയിലെ ചേളാരിയിലെ ബിൽഡിംഗ് ഡിസൈനേഴ്സ് നിർമ്മിച്ച അളകനന്ദ എന്ന ഈ ഇന്റർലോക്ക് ഭവനം 1440 സ്ക്വയർ ഫീറ്റിൽ 3 കിടപ്പുമുറികളോട് കൂടി നിർമ്മിച്ചിട്ടുള്ളതാണ്. സാധാരണ നമ്മൾ കാണുന്ന വീടുകളിൽ നിന്നും ഈ വീടിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ എക്സ്റ്റീരിയറിലെ പെയിന്റിങ്ങിന്റെ കളർ കോമ്പിനേഷൻ ആണ്. ക്ലേ ഓറഞ്ചിന്റെയും ബേജിന്റെയും ഗ്രേയുടെയും വൈറ്റിന്റെയും വളരെ മനോഹരമായ ഒരു കളർ കോമ്പിനേഷനിലാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സൈസിൽ ഒരുക്കിയിരിക്കുന്ന സിറ്റ് ഔട്ട് ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിലും സ്റ്റെപ്പുകളിലുമായി ബ്ലൂവിന്റെയും ബ്ലാക്കിന്റെയും ഒരു കോമ്പിനേഷൻ വരുന്ന രീതിയിലുള്ള ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ മറ്റൊരു ആകർഷണം എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ പെയിന്റിനോട് അനുയോജ്യമായ രീതിയിലുള്ള ഈ ക്ലാഡിംഗ് ടൈലുകളുമാണ്. പൂർണ്ണമായും മരം ഒഴിവാക്കിക്കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന്റെ പ്രധാന വാതിൽ റെഡിമെയ്ഡ് സ്റ്റീൽ ഡോർ ആണ്. എല്ലാ ജനലുകളും നിർമ്മിച്ചിട്ടുള്ളത് GI കൊണ്ടുമാണ്. ഇനി നമുക്ക് വീടിന്റെ അകത്തേക്ക് കടക്കാം. ഗ്രീനും വൈറ്റും കോമ്പിനേഷൻ വരുന്ന രീതിയിലുള്ള ഒരു ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ പ്രധാന വാതിൽ കടന്നെത്തിയിട്ടുള്ളത്. 12-18 സൈസാണ് ഈ ഒരു ഏരിയക്ക് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഗ്രീൻ കളർ സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ട് പിറകിൽ വരുന്ന ഈ ഒരു ഭാഗം ഗ്രീൻ കളർ കർട്ടൻ ഇട്ട് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ പിറകിൽ GI കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഡോർ കം വിൻഡോ വരുന്ന ഒരു ഭാഗമാണ്. നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് വീടിന്റെ മറു സൈഡിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സോഫയിൽ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ വാളിലാണ് TV ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വുഡൻ പാറ്റേൺ വരുന്ന രീതിയിലുള്ള ഫാൾ സീലിംഗ് ഡിസൈൻ കൂടി ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. ഗ്ലോസി ഫിനിഷിങ്ങോട് കൂടിയ വൈറ്റ് കളർ ടൈലാണ് ഈ ഒരു ഹാൾ സ്പേസ് മുഴുവനായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത്. ലിവിംഗ് സ്പേസിനോട് ചേർന്ന് തന്നെ മൾട്ടി വുഡിലെ ഒരു റെഡിമെയ്ഡ് പൂജാ ഏരിയ കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പൂജാ ഏരിയയോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ താഴത്തെ നിലയിലുള്ള ഏക ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള എൻട്രി വരുന്നത്. കംപ്രസ്ഡ് വുഡ് കൊണ്ടുള്ള ഡോറുകളാണ് ബെഡ്റൂമുകൾക്കെല്ലാം നൽകിയത്. കട്ടിള GI കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതുമാണ്. 10-14 സൈസിൽ ഒരുക്കിയിരിക്കുന്ന മാസ്റ്റർ ബെഡ്റൂം ആണിത്. ബെഡിന്റെ 2 വശങ്ങളിലായിട്ട് 2 പൊളിയുടെ 2 വിൻഡോസ് നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ വാർഡ്രോബും ഒരുക്കിയിരിക്കുന്നു. മൾട്ടിവുഡിലാണ് ഈ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കട്ടിലും വാർഡ്രോബും എല്ലാം സെറ്റായിട്ട് പർച്ചേസ് ചെയ്തതാണ്. കിടക്കയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന രീതിയിലാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം കൊടുത്തിരിക്കുന്നത്. ഫൈബർ ഡോസ് ആണ് ടോയ്ലറ്റിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഹാളിൽ കണ്ടിട്ടുള്ള അതേ ടൈല് തന്നെയാണ് ബെഡ്റൂമിലും കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിനോട് ചേർന്നാണ് നമ്മുടെ വീടിന്റെ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഗ്രീനിന്റെയും വൈറ്റിന്റെയും ഒരു കളർ കോമ്പിനേഷൻ നമുക്കിവിടെ കാണാൻ കഴിയും. സാധാരണ കാണുന്ന വാഷ് ബേസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡുള്ള വാഷ് ബേസിനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ടോപ്പായിട്ട് നാനോ വൈറ്റ് നൽകിയിരിക്കുന്നു. താഴെ ബേജ് ഷെയ്ഡ് വരുന്ന രീതിയിലുള്ള അലുമിനിയം ഫാബ്രിക്കേഷന്റെ ചെറിയൊരു സ്റ്റോറേജ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഗ്രഹനാഥനായിട്ടുള്ള മുരളീകൃഷ്ണന്റെ ഫേവറേറ്റ് കളേഴ്സ് ആണ് ഗ്രീനും വൈറ്റും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഏരിയ ഈ ഒരു ഡിസൈനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്.
12-15 സൈസ് വരുന്ന ഒരു ഏരിയ ആണിത്. ഇവിടെ സ്റ്റെയറിനോട് ചേർന്ന് വരുന്ന രീതിയിലാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ഏരിയക്ക് സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള നല്ല ഒതുക്കത്തിലുള്ള ഒരു ടേബിൾ സെലക്ട് ചെയ്യാൻ നമ്മുടെ ഗൃഹനാഥ ഐശ്വര്യ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓപ്പൺ കിച്ചൺ മോഡലിലാണ് ഈ വീടിന്റെ കിച്ചൺ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് കാണാം ഗ്രീനിന്റെയും വൈറ്റിന്റെയും ഒരു കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ എല്ലാ സ്റ്റോറേജ് യൂണിറ്റുകളും സെറ്റ് ചെയ്തിരിക്കുന്നത്. അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ടോപ്പായിട്ട് നാനോ വൈറ്റ് നൽകിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് ഏരിയയും ഈ ഒരു ഭാഗത്തായിട്ട് അടുപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ 4 പൊളിയുടെ ഒരു വിൻഡോ കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹാളിലെയും ബെഡ്റൂമിലെയും ഒക്കെ ടൈലിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ബ്ലൂവിഷ് ഷെയ്ഡ് വരുന്ന മാറ്റ് ഫിനിഷിങ്ങോട് കൂടിയ ടൈലാണ് കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. GI കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സ്റ്റെയർ കേസ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. ഇതിന്റെ സ്റ്റെപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. വി ബോർഡിൽ നിർമ്മിച്ചിട്ടുള്ള ഈ സ്റ്റെപ്പുകളുടെ മുകളിൽ ടൈലുകൾ വിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കയറി എത്തുന്നത് നേരെ ഒരു ബെഡ്റൂമിന്റെ മുന്നിലാണ്. 8-12 സൈസില് ചെറിയൊരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യത്തോടു കൂടിയുള്ള ഈ ബെഡ്റൂം ഇപ്പോൾ സ്റ്റഡി ഏരിയ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. മുകളിലെ നിലയിലെ 2ാമത്തെ കിടപ്പുമുറിയാണിത്. താഴത്തെ നിലയിലെ മാസ്റ്റർ ബെഡ്റൂമിന്റെ തൊട്ടു മുകളിലായിട്ട് 10-14 സൈസിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യവും ഇവിടെ നൽകിയിരിക്കുന്നു. മുകൾ നിലയിലുള്ള ഈ ഒരു ഹാൾ സ്പേസിൽ നിന്ന് തന്നെയാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോർ. പുറമേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഡോറുകളും റെഡിമെയ്ഡ് സ്റ്റീൽ ഡോർസ് ആണ്. ഈ വീടിന്റെ മുകൾ നിലയിലേക്ക് കടക്കുന്നതിനായി ഏറ്റവും റൂഫിലേക്ക് കടക്കുന്നതിനായിട്ടുള്ള ഒരു സ്റ്റെയർ കൂടി ഈ ഓപ്പൺ ടെറസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറി വന്ന ഈ ഒരു പാസേജ് ഏരിയയിലായിട്ടാണ് അയൺ ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഫോൾഡിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സ്റ്റാൻഡാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന രീതിയിലാണ് നമ്മുടെ ബാൽക്കണി. സിറ്റ് ഔട്ടിന്റെ നേരെ മുകളിൽ വരുന്ന രീതിയിൽ 5-7 സൈസിലാണ് ബാൽക്കണിയും ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ വീടിന്റെ വിശേഷങ്ങൾ ഇനി കൂടുതൽ പറയുന്നത് നമ്മുടെ ഗൃഹനാഥ ഐശ്വര്യയാണ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ബിൽഡിംഗ് ഡിസൈനേഴ്സിലേക്ക് എത്തിച്ചേർന്നത്? ഞങ്ങൾ യൂട്യൂബും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് വീഡിയോസ് കണ്ടിട്ടാണ് ബിൽഡിംഗ് ഡിസൈൻസ് ഇവിടെ അറിഞ്ഞത്. അങ്ങനെയാണ്. അപ്പോൾ ഇന്റർലോക്ക് ബ്രിക്സ് എന്നുള്ള കൺസെപ്റ്റ് ആദ്യം ഉണ്ടായിരുന്നോ? ഇല്ല. ഈ വീഡിയോസ് കണ്ടതിന് ശേഷമാണ് നമ്മൾ ഇന്റർലോക്ക് ബ്രിക്സിനെ പറ്റി അറിയുന്നത് തന്നെ. അതിനുശേഷം ചേളാരിയിൽ വന്നു അല്ലേ? സാറിനെ മുരളീധരൻ സാറിനെ കണ്ടു. അവിടുന്ന് തന്നെ പ്ലാന് ഞങ്ങൾക്ക് തന്നിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോയത്. പിന്നെ ഇവിടെ ഉള്ള അടുത്തെവിടെയെങ്കിലുള്ള വീടുകൾ വല്ലതും കണ്ടിരുന്നോ? നീരണത്ത് ഉള്ള വീട് കണ്ടിരുന്നു. അങ്ങനെ 2-3 വീട് ഞങ്ങൾ പോയി കണ്ടു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ വർക്കേഴ്സിന്റെ കാര്യമെല്ലാം എടുത്തു പറഞ്ഞു അവര്. അവിടുത്തെ പെരുമാറ്റം, അവരുടെ പെരുമാറ്റവും വർക്കിങ്ങും എല്ലാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബിൽഡിംഗ് ഡിസൈനേഴ്സിനെ സെലക്ട് ചെയ്തത്. ഓക്കെ. പിന്നെ മൊത്തത്തിൽ വർക്ക് കംപ്ലീറ്റ് ആയപ്പോൾ പലപ്പോഴും ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ലല്ലോ കൂടെ അല്ലേ? അപ്പൊ എങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. വർക്കേഴ്സ് ഒക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഇവിടെ അറേഞ്ച് ചെയ്യില്ലേ? ഒരു 6 സെന്റ് സ്ഥലത്താണ് ഈ ഒരു വീടുള്ളത്. എനിക്ക് ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയത് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഈ വീടിന്റെ ഒരു വ്യൂ കിട്ടും എന്നുള്ളതാണ്. ചെറിയ 2 ആൾക്കാരുണ്ട് അല്ലേ? മക്കള് എത്രയായി പോയോ? മൂത്താള് 2-ലും, ഇളയാള് UKG. പേര് കൂടി ഒന്ന് പറഞ്ഞു. വല്ലഭനന്ദൻ, വൈഷ്ണവനന്ദൻ. വെറൈറ്റി പേരുകളാണ്. അപ്പൊ നമ്മളിവിടെ അടുത്ത് തന്നെയാണല്ലേ അമ്പലം വരുന്നത്? അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു മക്കൾക്ക് ആ ഒരു പേര് വന്നത്. അപ്പൊ എങ്ങനെയുണ്ട് വീട് താമസിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്? എന്നപ്പോ വീട് താമസിച്ചെന്നാ? ഞങ്ങൾ January 14th പാലക്കാട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ്. എനിക്ക് പുറമേന്ന് അകത്തേക്ക് കയറിയപ്പോ ഒരു കൂളിംഗ് ഫീൽ ചെയ്തു. ആ ഒരു ഇത് തോന്നിയിരുന്നോ? ഉണ്ട്. എങ്ങനെ വീട് താമസത്തിന് ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
എല്ലാവർക്കും അത്യാവശ്യം ഒരു ക്യൂട്ട്നെസ് തോന്നുന്ന ഒരു വീടാണെന്ന് തോന്നുന്നു. അതേപോലെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു വാളിന് പകരം അതെങ്ങനെയാണ് ആ കൺസെപ്റ്റിലേക്ക് എത്തിയത്? ഹസ്ബൻഡിനായിരുന്നു അങ്ങനെ ഒരു കൺസെപ്റ്റ്, ഫ്യൂച്ചറിൽ ഒരു ഔട്ട്ഡോർ കോർട്ട്യാർഡ് പോലെ സെറ്റ് ചെയ്യാനായിട്ട്. അതിനുള്ള സ്പേസ് അവിടെ ഉണ്ട്. നമ്മളിപ്പോ താമസിച്ചിട്ട് അധികം ആയിട്ടില്ല, അതുകൊണ്ട് കുറച്ച് വർക്കുകളൊക്കെ ഇനി പെൻഡിങ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കാനുണ്ട്. വീട് പണിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ടിട്ട് ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നില്ല. ചേട്ടൻ മിലിറ്ററിയിലാണല്ലേ? ഇപ്പോ എവിടെയുള്ള? ഇപ്പൊ NDRF ഡെപ്യൂട്ടേഷൻ ചെന്നൈയിലുണ്ട്. ചേട്ടൻ മിലിറ്ററിയിലാണ്. ഐശ്വര്യ ഒരു സ്റ്റുഡൻ്റ് ആണ്, ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോയി, കുഴപ്പങ്ങളൊന്നുമില്ല. മക്കളെ കാര്യങ്ങളാണെങ്കിലും. നമ്മുടെ ഈ ഒരു കൺസ്ട്രക്ഷൻ പീരീഡ് ഏകദേശം എത്രയായിരുന്നു? 10 മാസം എടുത്തു നമുക്ക്. 10 മാസം കൊണ്ട് നമ്മൾ ഈ അപ്സ്റ്റെയർ വീട് അല്ലേ, ഫസ്റ്റ് ഫ്ലോറുള്ള 1440 സ്ക്വയർ ഫീറ്റിന്റെ വീട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റ് ഏകദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നത് 25 lakhs. ഇന്റീരിയർ ഉൾപ്പെടാതെ നമ്മൾ പറയുന്ന എമൗണ്ട് 25 lakhs ആണ് ഇത്തരത്തിലുള്ള ഒരു വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ബിൽഡിംഗ് ഡിസൈനേഴ്സിന്റെ ഹാപ്പി കസ്റ്റമർ ലിസ്റ്റിലേക്ക് ഇതാ ഒരാൾ കൂടി കടന്നു വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു കൺസ്ട്രക്ഷൻ എക്സ്പീരിയൻസ്? ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഈ വീട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. ബഡ്ജറ്റ് ഹോംസിന്റെ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ബഡ്ജറ്റ് വീടുമായി കാണുന്നവരെ ദിസ് അപർണ ഷിബിൻ സൈനിങ് ഓഫ്.